ഡോക്ടർ എസ് അഭിലാഷ് നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ അഭിലാഷ്, ഇപ്പോൾ ഈ കാലവർഷം അല്ലെങ്കിൽ ഈ ഈ ഈ ഒരു സാഹചര്യം എന്നത് ഇപ്പോൾ കേരളത്തിലെ പോയ തലമുറയെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പഴയ തലമുറയെ സംബന്ധിച്ച് നമ്മൾ ഇതിലും വലിയ മഴക്കാലത്തെ കടന്നിട്ടുള്ളതാണ്. വെള്ളപ്പൊക്ക അല്ലെങ്കിൽ പ്രളയ സ്വഭാവത്തിലുള്ള സാഹചര്യങ്ങളെയൊക്കെ നേരിട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ തലമുറയിൽപ്പെട്ട ആളുകൾ തന്നെ ഇപ്പോൾ പറയുന്നു, പെട്ടെന്ന് വലിയ അതിശക്തമായ മഴ പെയ്യുക, പെട്ടെന്ന് ഇടിയും മിന്നലും ഉണ്ടാവുക, എന്നിട്ട് നമ്മൾ വലിയ കനത്ത മഴ മണിക്കൂറുകളോളം തുടരുമെന്ന് കരുതുമ്പോൾ പെട്ടെന്ന് മഴ നിൽക്കുന്ന സാഹചര്യം. ഇതിനെ ഞാൻ താങ്കൾ തന്നെ വിശേഷിപ്പിച്ചത് ഇത് ക്യുമിലോ നിംബസ് മേഘങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്നതാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ എന്നെ പോലെ തന്നെ പല സാധാരണക്കാരായ ആളുകളും ഈ ഒരു വാക്കും ആദ്യമായി കേൾക്കുന്നതായിരിക്കും, ക്യുമിലോ നിംബസ് മേഘങ്ങൾ എന്നത്. അതേപോലെ തന്നെ ആഞ്ഞടിക്കുന്ന കാറ്റ്, ഡൗൺ ബസ്റ്റ് എന്ന് പറയുന്നതും. എന്താണ് ഈ പ്രതിഭാസം? ഇത് കേരളത്തിൽ ഇതൊരു പുതിയ സാഹചര്യമാണോ ഉണ്ടായിരിക്കുന്നത്? അതിൻ്റെ ഭാഗമാണോ? അങ്ങനെയാണോ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ കാലാവസ്ഥയെപ്പറ്റി കൂടുതൽ ആളുകൾ, സാധാരണക്കാർ മനസ്സിലാക്കി വരികയാണല്ലോ ഡോക്ടർ അഭിലാഷ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു 2019 കവലപ്പാറ പെട്ടിമുടി ദുരന്തം നടന്ന സമയത്താണ് നമ്മുടെ പഠനങ്ങളിലൂടെ നമ്മളത് പറഞ്ഞത്. കേരളത്തിൽ പ്രത്യേകിച്ചും പശ്ചിമ തീരത്തുള്ള മൺസൂൺ മഴമേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ നമുക്ക് പശ്ചിമ തീരത്ത് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു 1980 മുതൽ അല്ലെങ്കിൽ 2010 വരെയൊക്കെ പ്രധാനപ്പെട്ട 2 ഹോട്ട്സ്പോട്ട്സാണ് ഈ കൂടുതൽ മഴ പെയ്യിക്കുന്നത്. അത് ഒന്ന് കൊങ്കൺ തീരത്ത് മംഗലാപുരത്തിന് വടക്കും, മറ്റത് മുംബൈ തീരത്ത് അല്ലെങ്കിൽ ഗോവയ്ക്കും ഇടയ്ക്ക് ഉള്ള 2 പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടാണ് അതിതീവ്ര മഴ പെയ്യിക്കുന്ന സ്ഥലങ്ങൾ. അതേസമയം കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമ തീരത്ത് തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മഴ കിട്ടും. അതിതീവ്ര മഴയും പണ്ട് കാലത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മഴയുടെ ഇൻറ്റൻസിറ്റിയിൽ വലിയ മാറ്റമാണ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മഴമേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം അത് ഡേറ്റയുടെ 2019 നമ്മളിത് പറഞ്ഞപ്പം പലരും അത് അംഗീകരിച്ചില്ല, ആ ഒരു തിയറി. പക്ഷേ ഇപ്പോൾ എല്ലാവരും അത്തരം സ്റ്റഡീസുമായിട്ട് വരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്ത് പല പേപ്പറുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം 2019 ശേഷം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൺസൂൺ സമയത്ത് ഉള്ള മഴമേഘങ്ങൾ എന്ന് പറയുന്നത് നിംബോസ്ട്രാറ്റസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വളരെ വലിയ ഏരിയയിൽ നിൽക്കുന്ന, എന്നാൽ അധികം കട്ടിയില്ലാത്ത, വളരെ ഉയരം കുറഞ്ഞ മേഘങ്ങളാണ്. പക്ഷേ ഭയങ്കര റെയിൻ പൊട്ടൻഷ്യൽ കാണും. അതേസമയം ഈ അടുത്ത കുറേ കാലങ്ങളായിട്ട് മൺസൂൺ സമയത്തും കണ്ടുവരുന്ന മേഘങ്ങളുടെ ഘടനയിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇപ്പം സാറ്റലൈറ്റ് ഇമേജും അതുപോലെ തന്നെ റഡാർ ഇമേജും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ഹൈറ്റ്, ഇപ്പോൾ ഉണ്ടാകുന്ന മേഘങ്ങൾ ആവറേജ് ഹൈറ്റ് ഒരു എക്കോ ടോപ്പ് എന്നൊക്കെ പറയും, അതൊരു 10 കിലോമീറ്റർ വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഇത്തരം വലിയ കൂമ്പാരമേഘങ്ങളല്ല, ഒരു പ്രീ മൺസൂൺ ടൈമിലോ അല്ലെങ്കിൽ പോസ്റ്റ് മൺസൂൺ സമയത്തോ നമ്മൾ കാണുന്ന വലിയ കൂമ്പാരമേഘങ്ങൾ, വലിയ ഇടിയും മിന്നലും ഉണ്ടാക്കുന്ന ടൈപ്പുള്ള കൂമ്പാരമേഘങ്ങൾ അല്ലെങ്കിൽ പോലും പ്രത്യേകിച്ചും ഈ മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിൽ കാണുന്ന തരത്തിലുള്ള ഈ സ്കോൾ വെതർ അല്ലെങ്കിൽ ഗസ്റ്റി വിൻഡ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്കോൾ ലൈൻ ടൈപ്പ് സിസ്റ്റംസ് ഫോം ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമുക്കിപ്പം ശ്രദ്ധിച്ചറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് വന്നിട്ടുള്ളത് കാറ്റാണ്, മഴയോടൊപ്പം ഉണ്ടാകുന്ന കാറ്റാണ്. അപ്പോൾ കാറ്റും ഒരു സ്പെല്ലായിട്ടാണ് വരുന്നത്. ഈ സ്പെല്ലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മേഘങ്ങളോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ സ്പെല്ല്, ആ ഒരു കാറ്റ്, ഗസ്റ്റ് വിൻഡ് കൂടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഘങ്ങൾക്കുള്ളിൽ നിന്നും താഴോട്ട് വരുന്ന തണുത്ത വായു പ്രവാഹമുണ്ട്. അത് താഴെ വരുമ്പോഴത്തേക്കും പല സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകും. അതൊരു ലൈനായിട്ടായിരിക്കും അത് ഫോം ചെയ്യുന്നത്. അതൊരു മുന്നോട്ടുള്ള അഡ്വാൻസിങ് ലൈനിൽ ഇങ്ങനെ ഫോം ചെയ്ത് ക്ലൗഡിൻ്റെ ഡെവലപ്മെൻറ്റിനെയും അത് ട്രിഗർ ചെയ്യും. അതുകൊണ്ടാണ് സ്പെൽ ടൈപ്പായിട്ടുള്ള മഴ വരുന്നത്. അതായത് മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചെറിയ ഇടവേളകളിൽ വലിയൊരു മഴ വന്നിട്ട് മാറുന്നു, വീണ്ടും ആ ഒരു ലൈൻ ഓഫ് തണ്ടർ സ്റ്റോംസ് അല്ലെങ്കിൽ ലൈൻ ഓഫ് സ്റ്റോംസ് വീണ്ടും ഫോം ചെയ്യുന്നു. ആ ഒരു പാറ്റേണിലാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്കോൾ ലൈൻ വരുന്ന സമയത്ത് ഡൗൺ ബേസ്റ്റ് ഉണ്ടാകും. അതായത് മേഘങ്ങൾക്കുള്ളിൽ നിന്ന് തണുത്ത വായുപ്രവാഹം താഴേക്ക് വരും. അതിൻ്റെ വേഗത എന്ന് പറയുന്നത് ചിലപ്പോൾ മണിക്കൂറിൽ 60-70. വലിയ തണ്ടർ സ്റ്റോംസ്, വലിയ കൂമ്പാരമേഘങ്ങളാണെങ്കിൽ അതൊരുവരെ
100 km/h വരെ വേഗത്തിലുള്ള കാറ്റ് ഉണ്ടാക്കാൻ ശക്തിയുള്ള വായുപ്രവാഹമായിരിക്കും വരുന്നത്. പക്ഷേ ഈ സമയത്ത് നമുക്കൊരു മീഡിയം ലെവൽ ക്യുമുലോനിംബസ് ഒരു ക്യുമുലസിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആയിട്ടുള്ള 10 കിലോമീറ്റർ വരെ ഹൈറ്റിലുള്ള മേഘങ്ങളായതുകൊണ്ട് ചെറിയ തോതിലുള്ള വായുപ്രവാഹം ഉണ്ടാകുന്നു. അതായത് മൺസൂൺ കാറ്റ് സജീവ അവസ്ഥയിലാണ്. അത് ഏകദേശം 40-50 കിലോമീറ്റർ സ്പീഡിലുള്ള കാറ്റ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വീശുന്നു. അതോടൊപ്പം തന്നെ ഈ മേഘക്കൂട്ടങ്ങൾ വരുന്ന അവസരത്തിലാണ് ഗസ്റ്റി വിൻഡ്. അത് പലരും മിന്നൽ ചുഴി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. പക്ഷേ മിന്നൽ ചുഴിയും ഗസ്റ്റി വിൻഡും രണ്ടും രണ്ടാണ്. അതായത് ഇത് ഒരു 5 മിനിറ്റ് വരെയൊക്കെ നീണ്ടു നിൽക്കാം. മിന്നൽ ചുഴി വരുന്ന സമയത്ത് വളരെ ചെറിയ നിമിഷം കൊണ്ട് അത് അപ്രത്യക്ഷമാകും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് വരെയൊക്കെ ചില അവസരങ്ങളിൽ നീണ്ടു നിന്ന് ശക്തമായിട്ട് പല ഡയറക്ഷനിൽ, അതിനൊരു പ്രത്യേകിച്ച് ഡയറക്ഷൻ കാണത്തില്ല, അത് അഡ്വാൻസിങ് ആയിട്ട് പോകുന്ന ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഡോമിനൻ്റ് ആയിട്ടുള്ള വിൻഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ മൺസൂണിൽ എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ചും ഒരു ജില്ലയെന്നുള്ളതല്ല എല്ലാ ജില്ലകളിലും മഴയോടൊപ്പം വരുന്ന ശക്തമായ കാറ്റുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഡോക്ടർ അഭിലാഷ്, താങ്കൾ പറഞ്ഞത് ഇസ് ദിസ് എ ന്യൂ ഫിനോമിനൻ? നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതിയ പ്രതിഭാസമാണോ? തീർച്ചയായിട്ടും മൺസൂൺ സമയത്ത് നമുക്കിങ്ങനെ വൈഡ് സ്പ്രെഡായിട്ട് ഇത്തരം ഗസ്റ്റി സ്കോൾ ലൈൻ ടൈപ്പ് ഇത്തരം മേഘം കൂട്ടങ്ങളിൽ വരുന്ന ഇത്തരം ഡൗൺ ബേസ്റ്റ് ഉണ്ടാകുന്നത് അത്ര കോമൺ അല്ല. കാരണം ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇത് പെർസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടമായിട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അപ്പോൾ അതായത് അതിൽ നമുക്ക് പ്രത്യേകം കരുതൽ വേണം എന്നുകൂടി ആയിരിക്കുമല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. നമുക്ക്